കൊൽക്കത്തയിൽ വൻ തീപിടുത്തം ഉണ്ടാകുന്നതിനിടയിൽ അക്രോപോളിസ് മാളിലാണ് തീപിടുത്തമുണ്ടായത്. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് സൂചന. നിതിൻ അംബുജനാണ് വിവരങ്ങൾ വെച്ചത്. നിതിൻ, ഈ തീപിടുത്തം എങ്ങനെയാണ് ഉണ്ടായത്? വലിയ തീപിടുത്തമാണോ? ഹാഷ്മി, ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ വ്യക്തമാകുന്നത് വലിയ തീപിടുത്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. കസ്ബ മേഖലയിലുള്ള അക്രോപോളിസ് എന്ന മാളിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. മാളിലെ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫുഡ് കോർട്ടിൽ നിന്നാണ് ഈ തീപിടുത്തം ഉണ്ടായത്. പുക അവിടെ നിന്ന് പടർന്ന് പിന്നീട് മറ്റ് നിലകളിലേക്ക് ഈ പുക പടരുകയായിരുന്നു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഈ പുറത്തുവന്ന ദൃശ്യങ്ങളിലും അതോടൊപ്പം തന്നെ അവിടുത്തെ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. എന്തായാലും ആദ്യം 4 ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നു. പക്ഷേ ഈ തീ കൂടുതൽ നിലകളിലേക്ക് പടരുന്നതിനാൽ ഇപ്പോൾ കൂടുതൽ ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. 10 ഫയർ എഞ്ചിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഒരു ആശങ്കപ്പെടുന്ന ഒരു കാര്യം, മാളിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അവരെ രക്ഷിക്കാനുള്ള നടപടികൾ ഇപ്പോൾ നാട്ടുകാരും പോലീസും ഫയർ എഞ്ചിന്റെ ഭാഗത്തുനിന്നും നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇതുവരെ ഒരു ആളപായം ഉണ്ടായിട്ടില്ല. ഏറെ ആശ്വാസകരമാണ്. വൈകാതെ ഇവരെ പുറത്തെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ ഫയർ എഞ്ചിനുകൾ ആവശ്യമെങ്കിൽ സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ ദ്രുതഗതിയിൽ തന്നെ ആ നടപടികൾ സ്വീകരിക്കുമെന്നും ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹാഷ്മി. നിതിൻ അംബുജനാണ്. കൊൽക്കത്ത അക്രോപോളിസ് എന്ന ഒരു വലിയ മാളിലാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കുറേയധികം പേർ അതിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ് അവിടെ.